മെസ്സി കേരളത്തിലെത്തുമെന്ന് സ്ഥിരീകരിച്ച് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ. അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിൽ കളിക്കും. നവംബർ 10-നും 18-നും ഇടയിലാകും മത്സരം. എതിരാളികൾ ആരെന്ന് നിശ്ചയിച്ചിട്ടില്ല. അനിൽ വാസുദേവ് വിവരങ്ങളുമായി ചേരുകയാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന്. അനിൽ, ഈ മെസ്സി വരുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ AFA അറിയിക്കുന്നത് എന്താണ്? അനിൽ വാസുദേവ്. ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം, ഇല്ലെങ്കിൽ മെസ്സി ആരാധകരെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുള്ള ഒരു വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. കാരണം നേരത്തെ വലിയ തരത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ തരത്തിൽ അനിശ്ചിതത്വം ഇല്ലെങ്കിൽ പല പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഒടുവിൽ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഇപ്പോൾ അറിയിക്കുന്നത് പ്രകാരം നവംബറിൽ അർജന്റീന ടീം, ലിയോണൽ സ്കലോണിയുടെ ടീം കേരളത്തിൽ എത്തുമെന്നാണ് പറയുന്നത്. നവംബറിൽ 2 മത്സരങ്ങൾ ഉണ്ടാകും. അത് ഒന്ന് അങ്കോളയിലായിരിക്കും, മറ്റൊന്ന് ഇന്ത്യയിലായിരിക്കും, കേരളത്തിലായിരിക്കും എന്നാണ് ഇപ്പോൾ അർജന്റീനൻ ടീമിന്റെ ഔദ്യോഗിക സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ അറിയിക്കുന്നത്. എന്തായാലും വലിയ പ്രഖ്യാപനം തന്നെയാണ് വന്നിരിക്കുന്നത്. ഒക്ടോബറിലായിരുന്നു നേരത്തെ വരുമെന്നൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ആ 2 മത്സരങ്ങൾ നടക്കുക അമേരിക്കയിലായിരിക്കുമെന്നും പറയുന്നുണ്ട്. പക്ഷെ നവംബർ വിൻഡോയിലായിരിക്കും 2 മത്സരങ്ങൾ. അതിലൊന്ന് അങ്കോള, മറ്റൊന്ന് കേരളം എന്നുള്ളത്. പക്ഷെ തീയതി എന്നൊന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. അതായത് 10 മുതൽ 18 വരെയാണ് ഇന്റർനാഷണൽ ബ്രേക്കിന്റെ സമയം വരുന്നത്. അതുപോലെ തന്നെ എതിരാളികൾ ആര് എന്ന കാര്യത്തിൽ ഇപ്പോൾ വലിയ വ്യക്തത വരുത്തിയിട്ടില്ല. അത് ഉടൻ തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. റീജിത്ത്. അനിൽ, ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രി നടത്തിയ പ്രസ്താവന, അത് കഴിഞ്ഞ് സ്പോൺസേഴ്സിന്റെ ഒരു വിശദീകരണം, ഇതൊക്കെ വന്നതാണ്. അപ്പൊ ആരോപണ പ്രത്യാരോപണങ്ങൾ അങ്ങനെ നിന്ന ഒരു സമയമാണ്. പക്ഷെ അനിൽ പറഞ്ഞതുപോലെ തന്നെ അത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം, അതിപ്പോൾ മെസ്സി ആരാധകർ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് അതൊരു അഭിമാനത്തിന്റെ പ്രശ്നം കൂടിയായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും വരും എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം എത്തുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അത് തന്നെയാണ്. ഇക്കാര്യത്തിൽ മന്ത്രിയുടെ കാര്യത്തിൽ നിന്നൊക്കെ തന്നെ ധാരാളം അവ്യക്തതകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ മെസ്സി എന്ന് പറയുന്നത് ലോകത്തുള്ള എല്ലാ ഫുട്ബോൾ ആരാധകരുടെയും ഇല്ലെങ്കിൽ അർജന്റീന ആരാധകരുടെയൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട താരമാണ്. അദ്ദേഹം കേരളത്തിൽ വരിക എന്ന് പറയുന്നത് ഓരോരുത്തർക്കും മലയാളികൾക്കൊക്കെ തന്നെ അഭിമാനമുള്ള കാര്യമാണ്. പക്ഷെ ഇക്കാര്യത്തിൽ വലിയൊരു അവ്യക്തത ഉണ്ടായിരുന്നു. എന്ന് വരും, എപ്പോൾ വരും, എന്താണ് എന്ന കാര്യത്തിൽ. അപ്പോൾ പല തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ സർക്കാരിൽ നിന്ന്, മന്ത്രിയിൽ നിന്ന് തന്നെ ഉണ്ടായതാണ് വലിയ വിമർശനങ്ങൾക്കുണ്ടായിരുന്നത്. മന്ത്രി പറഞ്ഞ ഡേറ്റുകളല്ല. പിന്നീട് ഇതിനകത്ത് സമീപകാലത്തൊക്കെ തന്നെ ഒക്ടോബറിൽ വന്നിട്ട് എങ്കിൽ പിന്നീട് താല്പര്യമില്ല എന്നുള്ളത് മന്ത്രി തന്നെ, അങ്ങനെ ആ തരത്തിലൊക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോയതാണ്. പക്ഷെ എന്തായാലും വളരെയധികം സന്തോഷം നൽകുന്ന കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ മെസ്സി കേരളത്തിലേക്ക് വരുന്നത് പറയുന്നത് വലിയ സന്തോഷം നൽകുന്ന കാര്യം തന്നെ. അപ്പോൾ എന്തായാലും അർജന്റീന ഫുട്ബോൾ അസോസിയേഷനിൽ നിന്ന് ആദ്യമായി ഇത്ര നാളും വലിയ ദുരൂഹതകൾ ഉണ്ടായിരുന്നു, വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് മാറുന്ന തരത്തിൽ, ഇല്ലെങ്കിൽ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ തന്നെ ആദ്യമായി അറിയിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി, മെസ്സി കേരളത്തിലെത്തും എന്ന് സ്ഥിരീകരിക്കുകയാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ. അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിൽ കളിക്കും. നവംബർ 10-നും 18-നും ഇടയിലായിരിക്കും മത്സരം. എതിരാളികൾ ആരാണ് എന്ന് തീരുമാനിച്ചിട്ടില്ല. അനിൽ വാസുദേവാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.